ഹലോ നമസ്കാരം, സാനീർ പാർപ്പാറിനാണ്. ഇന്ന് നമുക്ക് കല്യാണ വീടുകളിൽ നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കുന്ന ടൈപ്പുള്ള ഒരു ബീഫ് കറി തയ്യാറാക്കാം. 2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാനിവിടെ 2 കിലോ ബീഫിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം 1 കിലോയുടെ അടുത്ത് സവാള, 1/2 കിലോയോളം തക്കാളിയുമാണ് എടുത്തേക്കുന്നത്. ഇതെന്തിനാണ് 2 കിലോ ബീഫിന് 1 കിലോത്തിനടുത്ത് സവാളയും 1/2 കിലോത്തിനടുത്ത് തക്കാളി എന്നുള്ളൊരു ചോദ്യം വരും. ഇത് ഞാൻ കല്യാണ വീടുകളിൽ ഫുഡ് വയ്ക്കുമ്പോൾ, കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ശരിക്കും ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ശരിക്കും തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും, അപ്പോൾ സൂക്ഷിക്കണം. മുളക് ഒന്ന് ശരിക്കും ചൂടായി പൊട്ടിത്തെറിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ബാക്കിയുള്ള നമ്മുടെ ഗരം മസാല കൂട്ടുകളായ കറുകപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം എല്ലാം കൂടെ ഇട്ടു. അതിന്റെ കൂടെ കറിവേപ്പില ഇട്ടു. എണ്ണ ചൂടായ അതൊന്ന് വേണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിട്ടുണ്ട്. സവാള ചേർത്തതിന് ശേഷം സവാള ഒന്ന് മൂടി വെച്ച് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും സവാളയും കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാളയും തക്കാളിയും നന്നായിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടി ഒന്നിച്ച് അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റാണ് ചേർക്കുന്നത്. പേസ്റ്റ് ചേർത്തതിന് ശേഷം ശരിക്കും അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി ഇളക്കി അത് ശരിക്കും ഒന്ന് ചൂടാക്കി വഴറ്റി തന്നെ എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, അതിന്റെ കൂടെ കുറച്ച് മട്ടൻ മസാലയും കൂടെ ചേർത്ത് അങ്ങനെ പൊടി ഐറ്റംസ് എല്ലാം കൂടെ കൂടി നന്നായിട്ട് വാടി വന്നിരിക്കുന്ന നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി വാടി വന്നതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ അരപ്പിന്റെ കൂടെ നമ്മുടെ മസാലകളെല്ലാം പിടിക്കുന്നത് വരെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ കല്യാണ വീടുകളിലൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പയിലാണ് സാധാരണ കറി വയ്ക്കാറ്. വിറകടുപ്പയിൽ കറി വയ്ക്കുമ്പോൾ നമുക്ക് വലിയ റിസ്ക് കുറവുണ്ട്. ഇത് ഗ്യാസേലായതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്. അടി കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഉരുളിക്കകത്താണ് വച്ചേക്കുന്നത്. നമ്മൾ വയറ്റി മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടത്തിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ്, 2 കിലോ ബീഫാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ചു മൂടി വയ്ക്കുക. അടച്ചു മൂടി വെച്ച് ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഗ്യാസേലാണ്. ഗ്യാസ് അടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിം അടുപ്പായതുകൊണ്ട് അതിന്റെ സെന്ററിൽ മാത്രമേ തീ കത്തത്തുള്ളൂ. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു മൂടി വയ്ക്കും. അടച്ചു മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് തിള വരുന്നത് വരെ നമ്മൾ നോക്കും. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഉപ്പ് ഇട്ടിരുന്നു, അത് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് പിന്നീട് പോരായ്മ വന്ന ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ശരിക്കും ബീഫ് ഇതുവരെ തിളച്ച് കയറിയിട്ടില്ല. തിള കയറി വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇതിനകത്ത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരിക്കലും വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത്. പിന്നെ ഈ ഒരു പരിപാടി ഇത് നന്നായി ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കുന്നതിന് നമ്മൾ കല്യാണ വീടുകളുടെ മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ച് വരുന്നത് കൊണ്ട് ഏകദേശം 3 മണിക്കൂർ 3.5 മണിക്കൂർ നേരം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിരുന്നല്ലോ ബീഫിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. കണ്ട് നന്നായിട്ട് തിളച്ച് കയറി വന്നപ്പോൾ ബീഫിനേക്ക് ആവശ്യമായ വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി വേവ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. കാരണം ആ ഒരു വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒരു ഫ്ലേവർ കൂടി ആ ബീഫിലേക്ക് ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടച്ചു മൂടി വെച്ചു. നന്നായിട്ട് തിള കയറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പയിലാണ് ചെയ്യുന്നതെങ്കിൽ തിള കയറി കഴിഞ്ഞാൽ നമ്മൾ നടുവിലുള്ള തീ മാത്രം ഒഴിവാക്കിയിട്ട് 3 സൈഡിൽ മാത്രം തീ കനലയിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി തിക്നെസ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ഗ്യാസേലായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഏകദേശം 3 മണിക്കൂറിന് ശേഷം നമ്മുടെ
ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് പൊറോട്ടയ്ക്കൊപ്പം കഴിക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ഉള്ളത് പറ്റിക്കാത്തത്. ഇല്ലെങ്കിൽ നമ്മളെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തേനെ. അപ്പൊ അവസാനം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സദീർ പാറപ്പാടൻ. താങ്ക് യു.